ഓ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അതാ ഷഡ് സപ്തതി തമോധ്യായ. ഇന്ന് 76-ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ശിശുപാലന്റെ വധമാണ്. പിന്നെ രാജസൂയ യാഗം മംഗളകരമായി നടന്നതും എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ശിശുപാലനെ വധിച്ചപ്പോൾ അവന്റെ കൂട്ടുകാരനായ സാല്വൻ മറ്റു യദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി പരമശിവനെ തപസ് ചെയ്തു, ഭഗവാനെ പ്രീതിപ്പെടുത്തി. ഭഗവാനിൽ നിന്ന് സൗഭം എന്ന ഒരു വിമാനം വരമായി വാങ്ങി. അത് ഒരു നഗരത്തിന്റെ അത്ര വലിപ്പമുണ്ട്. അതിന് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന് ഏത് സ്ഥലത്ത് വേണമെങ്കിലും സഞ്ചരിക്കാനും സാധിക്കും. അപ്പോൾ സാല്വൻ ഈ വിമാനത്തിൽ കയറി ദ്വാരകയിലെത്തി അവിടുത്തെ ഉദ്യാനങ്ങളും കെട്ടിടങ്ങളും എല്ലാം നശിപ്പിച്ചു. പിന്നെ അതിൽ ഇരുന്ന് ജനങ്ങളെയെല്ലാം അമ്പെയ്ത് ഉപദ്രവിച്ചു. അപ്പോൾ പ്രത്യുമ്നനും മറ്റുള്ള മഹാരഥന്മാരും യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. സാല്വനും സൈന്യങ്ങൾക്ക് നേരെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ അസ്ത്രം പ്രയോഗിക്കുമ്പോൾ അവൻ ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ഈ വിമാനത്തെ കൊണ്ടുപോകും. പല മായാവിദ്യകളും അറിയാം. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും അവൻ അതുകൊണ്ട് നശിപ്പിക്കാനും സാധിക്കുകയില്ല. പക്ഷെ എന്നാലും ഇവരെല്ലാം കുറേ പേരൊക്കെ എല്ലാം മുറിപ്പെടുത്തി. സാല്വനെയും അവൻ്റെ തേരാളിയെയും കുറേ സൈന്യങ്ങളെയൊക്കെ മുറിപ്പെടുത്തി. സാല്വനും സൈന്യങ്ങളും പല ഭാഗത്തും സഞ്ചരിച്ച് വീണ്ടും ശല്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ സാല്വന്റെ മന്ത്രിയായ ദ്യുമ്നൻ കാര്യം ഇരുമ്പുകൊണ്ടുള്ള ഒരു ഗദ എടുത്ത് പ്രത്യുമ്നനെ അടിച്ചു. അപ്പോൾ പ്രത്യുമ്നൻ മോഹാലസ്യപ്പെട്ട് വീണു. അപ്പോൾ പ്രത്യുമ്നന്റെ തേരാളി എന്ത് ചെയ്തു? പ്രത്യുമ്നനെയും കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി. പ്രത്യുമ്നന് ആലസ്യം തെളിഞ്ഞപ്പോൾ പ്രത്യുമ്നൻ ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ എല്ലാവരും ഞാൻ പേടിച്ച് ഓടിയെന്ന് പറയില്ലേ? അപ്പോൾ തേരാളി പറഞ്ഞു, യജമാനന് ഒരു ദുരന്തമുണ്ടായാൽ യജമാനനെ രക്ഷിക്കേണ്ട ചുമതല തേരാളിക്കാണ്. അതുപോലെ തേരാളിക്കൊരു കഷ്ടം വന്നാൽ തേരാളിയെ രക്ഷിക്കേണ്ട ചുമതല യജമാനുമാണ്. ഇതാണ് യുദ്ധധർമ്മം എന്ന് പറയുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകൗവാച അഥാന്യത് അഭികൃഷ്ണസ്യ ശൃണുകർമാത്ഭുതം നൃപ ക്രീഡാ നരശരീരസ്യ യഥാ സൗഭ പതിർഹതഃ. അപ്പോ ശ്രീശുകൻ പറയാണ്, നൃപ, ഹേ രാജൻ, അഥ അനന്തരം ക്രീഡ നരശരീരസ്യ, ക്രീഡയായിട്ട് ഒരു ലീലയായിട്ട് മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്ന കൃഷ്ണസ്യ, കൃഷ്ണന്റെ അന്യത് അത്ഭുത കർമ്മ, അന്യത്തായ അത്ഭുത കർമ്മത്തെ, ആശ്ചര്യ പ്രവൃത്തിയെയും ശൃണു, കേട്ടാലും. അപ്പോൾ കൃഷ്ണന്റെ അത്ഭുത പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റുള്ള കൃഷ്ണന്റെ അത്ഭുത പ്രവൃത്തിയെ നീ കേട്ടാലും. അല്ലയോ പരീക്ഷിത്തേ, സൗഭഗപതി, സൗഭഗപതി എന്ന് പറഞ്ഞാൽ സാല്വ രാജാവിനെയാണ് പറഞ്ഞത്, സാല്വൻ. അപ്പൊ സൗഭഗപതി എന്ന് പറയാൻ കാരണം ഇനി പറയും. അപ്പൊ സൗഭഗപതി എന്നറിയപ്പെടുന്ന സാല്വൻ യഥാഹത, ഏതുവിധം വധിക്കപ്പെട്ടു
എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുകയാണ്. അഥാന്യതപി കൃഷ്ണസ്യ ശൃണു കർമാദ്ഭുതം നൃപ ക്രീഡാനരശരീരസ്യ യഥാ സൗഭപതിർഹതഃ. ശ്ലോകം 2. ശിശുപാല സഹ ശാലോ രുക്മിണീ ഉദ്വാഹ ആഗതഃ യദുഭിർനിർജിത സംഖ്യേ ജരാസന്ധാദയസ്തഥാ. ശിശുപാല സഹ ശാല്വ, ശിശുപാലന്റെ കൂട്ടുകാരനാണ് സാല്വൻ. രുക്മിണി ഉദ്വാഹ ആഗത, അവൻ രുക്മിണിയുടെ വിവാഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് നേരത്തെ രുക്മിണി പറഞ്ഞിരുന്നതാണ്. അപ്പൊ അവിടെ നടന്ന സംഭവമെല്ലാം ഈ ശാല്വൻ കണ്ടു. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നവനാണ്. സംഖ്യ യുദ്ധത്തിൽ ജരാസന്ധാതയായത, ജരാസന്ധാദികൾ ഏതു വിധമോ തഥ ആ വിധം യദുക്കളാൽ നിർജിത ജയിക്കപ്പെട്ടു. അപ്പൊ ജരാസന്ധനെ എങ്ങനെ ജയിച്ചുവോ അതുപോലെ തന്നെ ഈ ശാല്വനെയും യദുക്കൾ ജയിച്ചു. അത് ഞാൻ പറയാമെന്ന് പറയുകയാണ്. ശിശുപാല സഹസാലോ രുക്മിണി ഉദ്വാഹ ആഗത യദുഭിർനിർജിത സംഖ്യേ ജരാസന്ധാദയസ്തതാം. ശ്ലോകം 3. ശാല്വ പ്രതിജ്ഞാ അകരോത് ശൃണ്വതാം സർവഭൂഭുജാം അയാദവീം ശ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യത. ശാല്വക പ്രതിജ്ഞാം അകരോത് ശൃണ്വതാം സർവഭൂഭുജാം അയാദവീം ശ്മാം, ശ്മാം ഭൂമിയെ, അയാദവീം, അയാദവീം, അതാണ് അയാദവീം, അയാദവീം യാദവർ ഇല്ലാതെ ആക്കുന്നതായിട്ട്, യാദവർ ഇല്ലാതെ ആക്കാൻ കരിഷ്യെ ഞാൻ ചെയ്യും. അതായത് ഭൂമിയിൽ യാദവരെ മുഴുവനും ഞാൻ കൊല്ലും, അവരെ യാദവരില്ലാതാക്കി ഞാൻ മാറ്റും. മമ എന്റെ പൗരുഷം, ശൗര്യം, വശ്യത കാണുവിൻ. അപ്പൊ ശാല്വൻ പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ യാദവരില്ലാതാക്കും. കാരണം യാദവനായ കൃഷ്ണനാണ് എന്റെ കൂട്ടുകാരനെ കൊന്നത്. സർവഭൂജാം സകല രാജാക്കന്മാരും ശൃണ്വത കേൾക്കെ ശാല്വഹ, ശാല്വൻ പ്രതിജ്ഞാം ശപഥത്തെ അകരോ. അപ്പോ എല്ലാരും കേൾക്കെ ശാല്വൻ പ്രതിജ്ഞ ചെയ്തു. എന്താണ്? ഈ ഭൂമിയെ യാദവരില്ലാതെ ഞാൻ ആക്കി തീർക്കും. ശാല്വ പ്രതിജ്ഞാമകരോ ശൃണ്വത സർവഭൂഭുജാം അയാദവീം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യതാം. ശ്ലോകം 4. ഇതി മൂഢ പ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭു ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സഹൃദ്ഗ്രസൻ. ഇതി മൂഢ പ്രതിജ്ഞായ, മൂഢൻ, ഈ ശാല്വൻ എന്ന മൂഢൻ ഇതി പ്രതിജ്ഞായ, ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ട് പ്രഭും ദേവം പശുപതി, എല്ലാറ്റിലും ശക്തനും ദേവനുമായ പശുപതി ആരാണ്? ശിവൻ. ശിവനെ നിർവാഹയ രാജാവേ സഹൃത് ഏകവാരം പാംസമുഷ്ടിം, ഒരു മുഷ്ടി മൺപൊടിയെ, അതായത് ഒരു ദിവസം ഒരു പിടി മൺപൊടി മാത്രം ഭക്ഷിക്കും. അങ്ങനെ ശിവനെ തപസ് ചെയ്യുകയാണ് ആര്? സാല്വൻ. അപ്പോ താൻ ആരോടാണ് ദേഷ്യം കാണിക്കുന്നത്? ഭഗവാനോട് തന്നെയാണ്, കൃഷ്ണനോടാണ്. ഇത് മൂഢൻ മനസ്സിലാക്കുന്നില്ല. ആ മൂഢൻ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു പിടി മൺപൊടി മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവൻ ശിവനെ തപസ് ചെയ്യുകയാണ്. ഇതി മൂഢ പ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭോ ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സഹൃദ്ഗ്രസൻ. ശ്ലോകം 5. സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാപതി വരേണ ചന്തയാമാസ ശാല്വം ശരണം ആഗതം. സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാപതി. ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണനും ആശുതോഷ വേഗത്തിൽ സന്തോഷിക്കുന്നവനുമായ ഉമാപതി പരമേശ്വരൻ, പാർവതി വല്ലഭൻ ശരണം ആഗതം, ശരണം പ്രാപിച്ചവനായ ശാല്വം, ശാല്വനെ സംവത്സരാന്തേ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ വരേണ വരം കൊണ്ട് ചന്തയാമാസ ആഹ്ലാദിപ്പിച്ചു. അപ്പൊ അങ്ങനെ അയാള് 1 കൊല്ലം തപസ് ചെയ്തു.
കാരണം എന്താണ്? കൃഷ്ണന് എതിരായിട്ടാണ് ഇവൻ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ശിവന് അത് അത്ര താല്പര്യമല്ല. അതുകൊണ്ട് ശിവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ശിവൻ എന്ത് ചെയ്തു? സാധാരണ ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ കുറെ നാളായി, അങ്ങനെ ഒരു വർഷമായപ്പോൾ കൊല്ലാവസാനത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാപതി വരേണ ചന്തയാമാസ ശാല്യം ശരണമാഗതം. ശ്ലോകം 6. ദേവാസുര മനുഷ്യാണാം ഗന്ധർവോരകരക്ഷസാം അഭേദ്യം കാമകം വവ്രേ സയാനം വൃഷ്ണിഭീഷണം. ദേവ അസുര മനുഷ്യാണ, ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ഗന്ധർവ ഉരവ രക്ഷസാം, ഗന്ധർവോ ഉരക, ഗന്ധർവന്മാർക്കും ഉരകങ്ങൾക്കും രക്ഷസുകൾക്കും അഭേദ്യം, ഭേദിക്കാൻ കഴിയാത്തതും, കാമകം ഇച്ഛയ അനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതും, വൃഷ്ണിഭീഷണം വൃഷ്ണികളെ ഭയപ്പെടുത്തുന്നതുമായ യാനം വാഹനത്തെ സഹാവൻ വവ്രേ വരിച്ചു. അപ്പൊ അവൻ എന്താണ് ചോദിച്ചത്? ഒരു വാഹനം വേണം. ആ വാഹനം ദേവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ ഭേദിക്കാൻ പാടില്ല, വൃഷ്ണികൾക്ക് നാശവും വരുത്തണം. അങ്ങനെയുള്ള ഒരു വാഹനമാണ് അവൻ വരിച്ചത്. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ വരിച്ചെങ്കിലും കൃഷ്ണൻ ഇതിലൊന്നും പെടുകയില്ല. അതിൽ പറഞ്ഞു വയ്ക്കുന്ന ദേവാദികൾക്ക് ഭേദ്യമല്ലായിരിക്കണം. ശ്രീകൃഷ്ണൻ ദേവാദിയിൽ പെടുന്നതല്ല. മനുഷ്യാദി ലക്ഷണവും കൃഷ്ണന് ഇല്ല. കൃഷ്ണൻ പിന്നെ എന്താണ്? അവതാരമൂർത്തിയാണ്. മനുഷ്യ സ്വരൂപം ലീലയായിട്ട് ധരിച്ചിരിക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് ഇതൊന്നും കൃഷ്ണനെ ബാധിക്കുന്നതേ അല്ല. അപ്പോ വൃഷ്ണികളെ ഭയപ്പെടുത്താൻ മാത്രമേ ഈ വാഹനത്തിന് ശക്തിയുള്ളൂ. അതുകൊണ്ട് ശിവൻ എന്ത് ചെയ്തു? അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ദേവാസുര മനുഷ്യാണാം ഗന്ധർവോരകരക്ഷസാം അഭേദ്യം കാമകം വവ്രേ സയാനം വൃഷ്ണിഭീഷണം. ശ്ലോകം 7. തഥേതി ഗിരിശാദിഷ്ടോ മയപര പുരഞ്ജയഃ പുരം നിർമ്മായ ശാല്വായ പ്രാതഃ സൗഭം അയസ്മയം. തഥ ഇതി ഗിരിശ ആദിഷ്ട. തഥാ ഇതി. അപ്പോ ശിവൻ എന്തു പറഞ്ഞു? തഥാസ്തു, അങ്ങനെയാകട്ടെ. ഗിരിശാദിഷ്ട, ശിവനാൽ കൽപ്പിക്കപ്പെട്ട പരപുരഞ്ജയ, ശത്രുപുരത്തെ ജയിക്കുന്നവനായ മയൻ, അയസ്മയം ഇരുമ്പ് കൊണ്ടുള്ളത്, സൗഭം എന്ന പേരോടുകൂടിയ പുരം ഭവനത്തെ, അല്ലെങ്കിൽ ഒരു വിമാനം പോലെ ഒരു വാഹനത്തെ നിർമ്മിച്ചിട്ട് ശാല്വനായിക്കൊണ്ട് പ്രദാനം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നിർമ്മിക്കുന്നത് ആരാണ്? മയൻ എന്ന അസുര ശില്പിയാണ്. അപ്പൊ മയനോട് പറഞ്ഞു, അപ്പൊ ഇവന് ശത്രുക്കളെ ജയിക്കാനുള്ള ഒരു പുരം അല്ലെങ്കിൽ ഒരു വാഹനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ മയൻ ഉണ്ടാക്കി ശാല്വന് കൊടുത്തു. തഥേതി ഗിരിശാദിഷ്ടോ മയപര പുരഞ്ജയഃ പുരം നിർമ്മായ ശാല്വായ പ്രാതഃ സൗഭം അയസ്മയം. ശ്ലോകം 8. സലബ്ധ്വാ കാമകം യാനം തമോധാമ ദുരാസദം യയൗ ദ്വാരവതീം ശാല്വോ വൈരം വൃഷ്ണികൃതം സ്മരൻ. സഹ ലബ്ധ്വാ കാമകം യാനം. സഹ ശാല്വക, ആ ശാല്വൻ ഈ കാമകം യാനം, കാമകം എന്ന പേരായ, അതായത് ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന, ഇതിന്റെ പേര് സൗഭം എന്നാണ്. ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന ഈ യാനം, വാഹനത്തെ ലഭിച്ചിട്ട് അതെങ്ങനെയുള്ളതാണ്? തമോധാമ ദുരാസദം. തമോധാമ, അന്ധകാരത്തിന്റെ ആശ്രയം. അത് മുഴുവൻ ഇരുട്ടാണ്, അതിനാർക്കും കാണാൻ പറ്റൂല. ദുരാസദം, അന്യരാൽ പ്രാപിക്കാൻ കഴിയാത്തത്, ആർക്കും കാണാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ഈ സൗഭഗത്തെ ലഭിച്ചിട്ട്, സൗഭത്തെ ലഭിച്ചിട്ട് ശാല്വൻ എന്ത് ചെയ്തു? വൃഷ്ണികൃതം, വൃഷ്ണികളാൽ ചെയ്തപ്പെട്ട വൈരം, വിരോധത്തെ സ്മരൻ, ഓർക്കുന്നവനായി ദ്വാരവതിയും, ദ്വാരകയെ യയോ പ്രാപിച്ചു. അപ്പൊ ദ്വാരകയെ നശിപ്പിക്കാൻ വേണ്ടി ഈ വിമാനത്തിൽ കയറി ശാല്വൻ എവിടെ പുറപ്പെട്ടു? ദ്വാരകയിലേക്ക് പുറപ്പെട്ടു.
സലത്വാ കാമകം യാനം തമോധാമ ദുരാസദം യയോ ദ്വാരവതീം ശാല്യോ വൈരം വൃഷ്ണികൃതം സ്മരൻ. ശ്ലോകം 9. നിരുദ്ധ്യ സേനയാ ശാല്യോ മഹത്യാ പരദർശവ പുരീം ബഭഞ്ജനോ ഉപവനാനി ഉദ്യാനാനി ച സർവശഃ. നിരുദ്ധ്യ സേനയാ ശാല്യോ മഹത്യ ഭരതർഷഭ. ഭരതർഷഭ, ഹേ ഭരതശ്രേഷ്ഠ, മഹത്യ വലുതായ സേനയ സൈന്യത്തോടുകൂടി ശാല്വൻ പുരിയും ദ്വാരകയെ നിരോധിച്ചു. അപ്പോൾ ദ്വാരകയില് അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനെല്ലാം നിരോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉപവനാനി ഉദ്യാനങ്ങളെല്ലാം വനങ്ങളെയും ഉദ്യാനങ്ങളെയും സർവശ എല്ലാം ബഭഞ്ച നശിപ്പിച്ചു. അപ്പൊ ഗതാഗത മാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിനെയൊക്കെ തടസ്സപ്പെടുത്തി. കാരണം ഇത് ആർക്കും കണ്ടുകൂടല്ലോ. അപ്പൊ അവിടെ ഇതിൽ നിന്ന് എന്തെങ്കിലും ശരമൊക്കെ അഴിച്ചാൽ ആളുകൾക്ക് ഇത് എവിടുന്ന് വരുന്നതെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉദ്യാനങ്ങളെയും ആ പട്ടണത്തിന് മുഴുവനും നാശനഷ്ടം ഉണ്ടാക്കി. നിരുദ്ധ്യാസേനയാ ശാലോ മഹത്യാപരദർശവ പുരീം ബഭഞ്ജനോ ഉപവനാനി ഉദ്യാനാനി ച സർവശാം. ശ്ലോകം 10. സ ഗോപുരാണി ദ്വാരാണി പ്രാസാദ അട്ടാല തോളികാഹ വിഹാരാൻ സ വിമാനാഗ്രാൻ നിവേദു ശസ്ത്രപൃഷ്ടയഃ. സ ഗോപുരാണി, അവിടുത്തെ ഗോപുരങ്ങൾ, ദ്വാരാണി പടിപ്പുരകൾ, പ്രാസാദ മാളികകൾ, അട്ടാല കോട്ടമതിലുകൾ, തോളിക ക്രീഡാഭവനങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്തു? വിഹാരാൻ ക്രീഡാസ്ഥാനങ്ങൾ എല്ലാം ബഭഞ്ച നശിപ്പിച്ചു. എങ്ങനെയാണ്? വിമാനാഗ്രാത്, വിമാനത്തിന്റെ മുകളിൽ നിന്ന് ശസ്ത്രവൃഷ്ടികൾ നിപേതു വീണു. വിമാനത്തിന്റെ മുകളിൽ നിന്ന് പട്ടണവാസികളുടെ മീതെ ശരങ്ങൾ അയച്ചു. പക്ഷെ ആർക്കും ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് കാണാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള വിമാനമാണ്. സ ഗോപുരാണി ദ്വാരാണി പ്രാസാദാട്ടാല തോളിക വിഹാരൻ സ വിമാനാഗ്രാൻ നിവേദു ശസ്ത്രപൃഷ്ടയഃ. ശ്ലോകം 11. ശിലാദുരുമാശ്ച അശനയ സർപ്പ ആസാര ശർക്കരാഹ പ്രചണ്ഡ ചക്രവാദോഹു രജസ ആച്ഛാദിത ദിശാം. ശില കല്ലുകൾ, ദ്രുമ വൃക്ഷങ്ങൾ, അശനയ ഇടിത്തീകൾ, സർപ്പങ്ങൾ, ആസാര ശർക്കര അതായത് കൽമഴ, ഭയങ്കര മഴയപ്പോൾ എന്താണ് ഐസ് കട്ട വീഴും പോലെ വന്ന് വീഴുമല്ലോ, അതിനെ പറയുന്ന കൽമഴയെന്ന്. പ്രചണ്ഡ ഉഗ്രമായ ചക്രപാത ചുഴലിക്കാറ്റ് അപ്പോഴുണ്ടായി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കനത്ത കല്ലുകൾ വീണും വലിയ മരങ്ങൾ, ഇടുത്തീകൾ, സർപ്പം, കൽമാരികൾ ഇങ്ങനെ തുടരെ ദ്വാരകയിൽ വീണുകൊണ്ടിരുന്നു. ദിക്കുകൾ രജസ പൊടി കൊണ്ട് ആച്ഛാദിത മറയ്ക്കപ്പെട്ടവയായി. ശിലാദ്രുമാശ്ച അശനയ സർപ്പ ആസാര ശർക്കരാഹ പ്രചണ്ഡ ചക്രവാദോഭൂത് രജസ ആച്ഛാദിത ദിശഃ. ശ്ലോകം 12. ഇത്യർദ്യമാന സൗഭേന കൃഷ്ണസ്യ നഗരീം വൃശം നാഭ്യപദ്യത ശംരാജൻ ത്രിപുരേണ യഥാമഹീം. ഇത് ഇപ്രകാരം സൗഭേന ഭൃശം അർദ്യമാന, സൗഭത്താൽ വിശാലുവിന്റെ വിമാനത്താൽ ഏറ്റവും അർദ്യമാന പീഡിപ്പിക്കപ്പെട്ട കൃഷ്ണസ്യ നഗരി, കൃഷ്ണന്റെ ദ്വാരകാപട്ടണം, രാജൻ ഹേ രാജാവേ, ത്രിപുരേണ, പണ്ട് ത്രിപുരന്മാർക്ക് ഇതുപോലെ 3 ത്രിപുരങ്ങൾ ഇതുപോലെ തന്നെ പരമശിവൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ത്രിപുരങ്ങൾ. അവർ ഈ 3 പുരങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നശിക്കുന്നത് 3 ഒരേ രേഖയിൽ വന്നാലേ ഇത് നശിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ത്രിപുരന്മാർക്ക് 3 പുരങ്ങൾ കൊടുത്തതുപോലെ ആ ത്രിപുരം ഇങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ച് ഭൂമിയെ നശിപ്പിക്കുന്നത് പോലെ മഹീയത, ഭൂമി എന്ന പോലെ സുഖത്തെ നാഭ്യബദ്ധത പ്രാപിച്ചില്ല. അപ്പൊ കൃഷ്ണന്റെ നഗരത്തിലും ഇതുപോലെ തന്നെ വളരെയധികം പ്രയാസം ഉണ്ടായി. ദ്വാരകാ നഗരി സുഖഹീനമായി ഭവിച്ചു. ഇത്യർദ്യമാന സൗഭേന കൃഷ്ണസ്യ നഗരീം വൃശം നാഭ്യപദ്യത ശംരാജൻ ത്രിപുരേണ യഥാമഹീം. ശ്ലോകം 13. പ്രത്യുമ്നോ ഭഗവാൻ വീക്ഷ്യ ബാധ്യമാന നിജാ പ്രജ മാ ഭൈഷ്ഠെത്തി അഭ്യഥാത് ധീരോ
രഥാരൂഢോ മഹാശയഃ. ഭഗവാന്റെ തുല്യവും പ്രത്യുമ്ന ധീരനും മഹാശയഃ മഹായശസ്സോടു കൂടിയവനുമായ പ്രത്യുമ്നൻ ബാധ്യമാനാഹ ബാധിക്കപ്പെടുന്നവരായ നിജാപ്രജ ഈ പ്രജകളെ വീക്ഷ കണ്ടിട്ട് രഥാരൂഢ തേരിൽ കയറി മാ ഭൈഷ്ട ഭയപ്പെടേണ്ട ഇതി അഭ്യതാപത് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ പുത്രനാണ് പ്രത്യുമ്നൻ, ഭഗവാന്റെ രുക്മിണിയുടെ മകനാണ് പ്രത്യുമ്നൻ. അപ്പം പ്രത്യുമ്നൻ പ്രജകളോട് പറഞ്ഞു നിങ്ങൾ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് തേരിൽ കയറി പുറപ്പെട്ടു. പ്രത്യുമ്നോ ഭഗവാൻ വീക്ഷ ബാധ്യമാനാ നിജാ പ്രജാ മാ ഭൈഷ്ട ഇത്തി അഭ്യഥാത് ധീര രഥാരൂഢോ മഹാശയാഹ. ശ്ലോകം 14-15. ഇനി പ്രത്യുമ്നോട് കൂടി ആരൊക്കെയാണ് പോയത്? സാത്യകീ ചാരുദേഷ്ണശ്ച സാംബോ ക്രൂരസഹാനുജ കാർത്തിക്യോ ഭാനുവിന്ദശ്ച ഗതശ്ച സുഖസാരണൗ അപരേ ച മഹേശ്വാസ രഥ യൂഥപാഹ നിര്യയുർ ദംശിതാ ഗുപ്ത രഥേഭാശ്വപദാദിഭിः. സാത്യകി, ചാരുദേഷ്ണൻ, സാമ്പൻ, അക്രൂരൻ, സഹാനുജൻ അക്രൂരന്റെ അനുജൻ, കാർത്തിക്യൻ, ഭാനുവിന്ദൻ, ഗതൻ, ശുഗൻ സാരണ അതാണ് ശുഖസാരണൻ അപരേച്ച മഹേശ്വാസോ മറ്റ് മഹേശ്വാസ അതായത് വില്ലാളി വീരന്മാർ, ബാണം പ്രയോഗിക്കാൻ മഹാന്മാരായ മറ്റുള്ളവരും, രഥയൂഥപ രഥങ്ങളെ നയിക്കുന്ന സംഘനാഥന്മാര്, ഇവരെല്ലാവരും എന്ത് ചെയ്തു? ദംശിത കവചം ധരിച്ച് രഥേഭ അശ്വപദാദിഭിഹി രഥ തേര് ഇഭ ആന അശ്വ കുതിര പതാതി കാല ഇവരാൽ ഗുപ്താഹ രക്ഷിക്കപ്പെട്ടവരായി നിറിയയോ. അപ്പോൾ ആന തേർ കുതിര കാലാൽ എന്നീ ചതുരംഗ പടയോടുകൂടി പ്രത്യുമ്നനും കൂട്ടരും ഇവരെ സാല്വനെയും സൈന്യത്തെയും നശിപ്പിക്കാൻ പുറപ്പെട്ടു. സാത്യകീ ചാരുദേഷ്ണശ്ച സാംബോ ക്രൂര സഹാനുജ കാർത്തിക്യോ ഭാനുവിന്ദശ്ച ഗതശ്ച സുഖസാരണൗ അപരേച്ച മഹേശ്വാസ രഥയൂഥപയൂഥപാഹ നിർയയോർദംസിതാ ഗുപ്ത രഥേഭാശ്വപദാദിഭിः. ശ്ലോകം 16. തതപ്രവവൃതേ യുദ്ധം ശാല്വാനാം യദുഭിः സഹ യഥാസുരാണാം വിബുധൈ സ്തുമുലം ലോകമർഷണം. തതഃ അനന്തരം അസുരാണാം വിബുധൈ യഥാ അസുരന്മാർക്ക് ദേവന്മാരെന്ന പോലെ, അതായത് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം പോലെ ശാല്വന്റെ സംഘക്കാർക്ക് യദുഭിഹി സഹ യദുക്കളോട് തുമുലം ഭയങ്കരവും ലോമഹർഷണം രോമാഞ്ചം ജനിപ്പിക്കുന്നതുമായ യുദ്ധം യുദ്ധം ഉണ്ടായി. അപ്പൊ ദേവാസുര യുദ്ധം പോലെ ഉള്ള യുദ്ധമാണ് പ്രത്യുമ്നനും കൂട്ടരും അതുപോലെ ശാല്വനും സംഘവും തമ്മിലുള്ള യുദ്ധം. തതപ്രവവൃതേ യുദ്ധം ശാല്വാനാം യദുഭിः സഹ യഥാസുരാണാം വിബുധൈ സ്തുമുലം ലോമഹർഷണം. ശ്ലോകം 17. താശ്ച സൗഭപതേർമായ ദിവ്യാസ്ത്രൈ രുക്മിണീസുതഃ ക്ഷണേന നാശയാമാസ നൈശം തമ ഇവോഷ്ണഗുഹോ. താഹ ച സൗഭപതേ. അപ്പൊ സൗഭം എന്ന വിമാനം കിട്ടിയതുകൊണ്ട് ശാല്വന്റെ പേരെന്താണ്? സൗഭപതി. സൗഭപതേ ശാല്വന്റെ താ മായാഹ ആ മായകളെ രുക്മിണീസുതഃ പ്രത്യുമ്നൻ ദിവ്യാസ്ത്രം കൊണ്ട് ഉഷ്ണഗുഹു ഉഷ്ണങ്ങളായ കിരണങ്ങളോടുകൂടിയവൻ, അതായത് സൂര്യൻ, ഉഷ്ണഗു എന്ന് വെച്ചാൽ സൂര്യൻ, നൈശം രാത്രിയിൽ ഭവിച്ചതായ തമഹ അന്ധകാരത്തെ എന്ന പോലെ. അപ്പൊ രാത്രി ഇരുട്ട്, സൂര്യൻ ഉദിക്കുമ്പോഴോ ഇരുട്ടെല്ലാം മാറും. അതുപോലെ ശാല്വന്റെ ഈ മായാപ്രയോഗത്തെ എന്ത് ചെയ്തു? പ്രത്യുമ്നനും കൂട്ടരും ക്ഷണേന ഉടനെ നാശയാമാസ നശിപ്പിച്ചു. അവർ ദിവ്യാസ്ത്രം പ്രയോഗിച്ച് സൂര്യൻ അന്ധകാരത്തെ നശിപ്പിക്കുന്നത് പോലെ പ്രത്യുമ്നൻ ശാല്വനെ സൈന്യങ്ങളെയും അതുപോലെ തന്നെ ക്ഷണത്തിൽ മുറിപ്പെടുത്തി. താശ്ച സൗഭപതേർമായ ദിവ്യാസ്ത്രൈ രുക്മിണീസുതഃ
ക്ഷണേന നാശയാമാസ നൈശം തവ ഇവോഷ്ണഗുഹു. ശ്ലോകം 18. വിവ്യാധ പഞ്ചവിംശത്യാ സ്വർണഭുങ്കൈരയോമുഖൈഃ ശാല്യസ്യ ത്വജിനീപാലം ശരൈർസന്നത പർവഭിഃ. വിവ്യാധ പഞ്ചവിംശത്യാ സ്വർണപുങ്കൈഃ അയോമുഖൈഃ. സ്വർണപുങ്കൈ സ്വർണമയമായ പിടികളോടും സന്നത പർവഭിഃ ഏറ്റവും വളഞ്ഞിരിക്കുന്ന കമ്പുകളോടും അയോമുഖൈ അഗ്രത്തിൽ ഇരുമ്പ് കത്തികളോടുകൂടിയ പഞ്ചവിംശത്യാശരൈ 25 ബാണങ്ങളാൽ ശാല്യന്റെ ധ്വജനീപാലം സേനാനാഥനെ വിവ്യാധ അവർ എന്ത് ചെയ്തു? മുറിപ്പെടുത്തി. അപ്പൊ സ്വർണം കൊണ്ട് ഉള്ള പിടികളും ഇരുമ്പ് കൊണ്ട് മുനകളുമുള്ള 25 ബാണം കൊണ്ട് ശാല്യന്റെ സേനാനായകനെ മുറിപ്പെടുത്തി. വിവ്യാധ പഞ്ചവിംശത്യാ സ്വർണപുങ്കൈരയോമുഖൈഃ ശാല്യസ്യ ധ്വജനീപാലം ശരൈസന്നത പർവഭിഃ. ശ്ലോകം 19. ശതേനാതാടയത് ശാല്യം ഏകൈകേനാസ്യ സൈനികാൻ ദശഭിർദശഭിർ നേത്രൂൻ വാഹനാനി ത്രിഭിസ്ത്രിഭിഃ. ശതേന അതാടയത് ശാല്യം ഏകൈകേന അസ്യ സൈനികാൻ. ശാല്യനെ ശതേന 100 കൊണ്ട് 100 ശരം കൊണ്ട് താടിച്ചു. ശാല്യന്റെ നേരെ 100 ശരങ്ങൾ അയച്ചു. ശതേന 100 കൊണ്ട് താടിച്ചു. അസ്യ ഇവന്റെ സൈനികാൻ സേനകളെ ഏകൈകേന ഓരോന്നോരോന്നുകൊണ്ടും നേതൃവും സാരഥികളെ ദശഭി 10 കൊണ്ടും വാഹനാനി വാഹനങ്ങളെ ത്രിഭി 3 കൊണ്ടും വിവ്യാധ മുറിച്ചു. അപ്പോ ശാല്യൻ മായ പ്രയോഗങ്ങളൊക്കെ നടത്തിയെങ്കിലും പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? പ്രദ്യുമ്നൻ ദിവ്യാസ്ത്രം പ്രയോഗിച്ച് ശാല്യന്റെ നേർക്കെയും പടയാളികളുടെ നേരെയും എല്ലാം അസ്ത്രങ്ങൾ പ്രയോഗിച്ച് അവരെ മുറിപ്പെടുത്തി. ശതേനാതാടയത് ശാല്യം ഏകൈകേനാസ്യ സൈനികാൻ ദശഭിർ നേത്രൂൻ വാഹനാനി ത്രിഭിഃ. ശ്ലോകം 20. തദത്ഭുതം മഹത് കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മന ദൃഷ്ട്വാ തം പൂജയാമാസു സർവേ സ്വപരസൈനികാഃ. മഹാത്മനഃ പ്രദ്യുമ്നസ്യ മഹാത്മാവായ പ്രദ്യുമ്നന്റെ അത്ഭുതം തത് മഹത് കർമ്മം അത്ഭുതകരമായ ആ മഹത് കർമ്മത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് സ്വപര സൈനിക ഒരേ സമയത്താണ് ഓരോരുത്തരുടെ നേരെ 100 10 ഒക്കെ വെച്ച് അയച്ചത്. ഈ പ്രദ്യുമ്നന്റെ മഹത് കർമ്മത്തെ കണ്ടിട്ട് സ്വപര സൈനിക അവന്റെയും ശത്രുവിന്റെയും സൈന്യത്തിലുള്ളവർ സർവേ എല്ലാവരും അവനെ പൂജയാമാസു അവനെ ബഹുമാനിച്ചു, അവനെ പ്രശംസിച്ചു. അത്ര നല്ല പാടവമാണ് പ്രദ്യുമ്നൻ കാഴ്ചവെച്ചത്. തദത്ഭുതം മഹത് കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മനഃ ദൃഷ്ട്വാ തം പൂജയാമാസു സർവേ സ്വപരസൈനികാഃ. ശ്ലോകം 21. ബഹുരൂപൈകരൂപം തദ് ദൃശ്യതേ ന ച ദൃശ്യതേ മായാമയം മയകൃതം ദുർവിഭാവ്യം പരൈരഭൂത്. ബഹുരൂപ ഏകരൂപം തത് ദൃശ്യതേ ന ച ദൃശ്യതേ മായാമയം മയകൃതം. മയനാൽ ഉണ്ടാക്കപ്പെട്ട മായാമയം. അപ്പൊ ഇത് അസുരശില്പിയായ മയനുണ്ടാക്കിയതാണ്. മയനാൽ ഉണ്ടാക്കപ്പെട്ട മായാമയം മായാസ്വരൂപമായിട്ടുള്ള തത് അത് ഏത് സൗഭം എന്ന വിമാനം ബഹുരൂപ ഏകരൂപം. ചിലപ്പോൾ ബഹുരൂപമായിട്ട് ധാരാളം രൂപമായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ ഏകരൂപം ഒന്നായിട്ട് കാണും, ദൃശ്യതയെ കാണപ്പെടുന്നു. നച ദൃശ്യത ചിലപ്പോൾ കാണപ്പെടുന്നില്ല. അപ്പൊ ചിലപ്പോൾ ഇവർക്ക് അയാളുടെ മായാപ്രയോഗം കൊണ്ട് കാണാൻ പറ്റും, ചിലപ്പോൾ ഇത് കുറെ എണ്ണമായിട്ട് കാണും, ചിലപ്പം കാണാനും സാധിക്കുകയില്ല. അന്യരാർ ദുർഭാവ്യം ആലോചിക്കാൻ കഴിയാത്തതായിട്ട് ഭവിച്ചു. മറ്റുള്ളവർക്ക് ഇതെവിടെയാണെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിങ്ങനെ മായാപ്രയോഗങ്ങൾ ശാല്യൻ പ്രയോഗിച്ചു. ബഹുരൂപൈകരൂപം തത് ദൃശ്യതേന ച ദൃശ്യതേ മായാമയം മയകൃതം ദുർവിഭാവ്യം പരൈരഭൂത്. ശ്ലോകം 22. ക്വചിത് ഭൂമൗ ക്വചിത് വ്യോംനി ഗിരിമൂർധിനി ജലേ ക്വചിത് അലാദ ചക്രവത് ഭ്രാമ്യ സൗഭം തത് ദുരവസ്ഥിതം.
ക്വചിത് ഒരിക്കൽ ഭൂമിയിൽ, ക്വചിത് വ്യോമിനി ഒരിക്കൽ ആകാശത്തിൽ. അപ്പൊ ചിലപ്പം അത് ഭൂമിയിൽ വരും, ചിലപ്പോഴോ ക്വചിത് ഒരിക്കൽ ആകാശത്തിൽ, ക്വചിത് ഒരിക്കൽ ഗിരിമൂർത്തിന് പർവ്വതത്തിന്റെ മുകളിൽ അതിരിക്കും, ക്വചിത് ഒരിക്കൽ ചിലപ്പോൾ നോക്കുമ്പോൾ ജലത്തിലായിരിക്കും. അലാത ചക്രം തീക്കൊള്ളി പോലെ, ഒരു തീക്കൊള്ളി എടുത്ത് കറക്കുമ്പോൾ ഇങ്ങനെ പലയിടത്തായിട്ട് പോകില്ല, അതുപോലെ മുകളിലും താഴോട്ടും താഴെയും മുകളിലും ഇങ്ങനെ ഇത് ഭ്രാമ്യ ചുറ്റിത്തിരിയുന്ന തത് സൗഭം, ആ സൗഭം എന്ന വിമാനം ദുരവസ്ഥിതം ഒരിടത്തിൽ സ്ഥിരമല്ലതായിട്ട് ഭവിച്ചു. അപ്പൊ ഒരിടത്ത് സ്ഥിരമായിട്ടില്ല, മുകളിൽ നോക്കുമ്പോൾ താഴെ ആയിരിക്കും, താഴെ നോക്കുമ്പോൾ മുകളിൽ അല്ലെങ്കിൽ ജലത്തിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരിടത്തും അത് സ്ഥിരമായിട്ട് നിന്നില്ല. ക്വചിത് ഭൂമൗ ക്വചിത് വ്യോംനി ഗിരിമൂർധനി ജലേ ക്വചിത് അലാത ചക്രവത് ഭ്രാമ്യ സൗഭം തത് ദുരവസ്ഥിതം. ശ്ലോകം 23. എത്ര എത്രോപലക്ഷ്യേത സൗഭ സഹ സൈനിക ശാല്വാസ്തതസ്തോ അമുഞ്ചൻ ശരാൻ സാത്വത യൂഥഭാഗ. സൗഭാഹ സൗഭത്തോടുകൂടിയും സഹസൈനിക സേനയോടുകൂടിയും ശാല്വൻ എത്ര എവിടെ ഉപലക്ഷ്യത കാണപ്പെടുമോ സാത്വത യൂഥഭ യദുവീരന്മാർ തഥ അവിടെ ശരങ്ങളെ അമുഞ്ചൻ ശരങ്ങളെ പ്രയോഗിച്ചു. ശാല്യന്റെ വിമാനം വലുതാണ്, അപ്പോൾ ഇഷ്ടംപോലെ സൈനികർ അതിൽ കാണും. അപ്പോൾ ഓരോ ദിക്കിലും അത് സഞ്ചരിക്കും. എവിടെ അവനെ കണ്ടുവോ അവിടെ എതുക്കൾ എന്ത് ചെയ്തു? ശരവർഷം നടത്തി. എത്രോപലക്ഷ്യേത സൗഭ സഹ സൈനിക ശാല്വസ്തതസ്തോ മുഞ്ചൻ ശരാൻ സാത്വത യൂഥഭാഗ. ശ്ലോകം 24. ശരൈർ അഗ്ന്യർക്ക സംസ്പർശൈർ ആശീവിഷ ദുരാസദൈഹി പീട്യമാന പുരാനീക ശാല്വാമുഹുത് പരേരിതൈഹി. ശരൈഹി അഗ്നി അർക്ക സംസ്പർശൈഹി ആശി വിഷ ദുരാസതൈഹി. അഗ്നി അർഘ സംസ്പർശ, അഗ്നിയെ പോലെയും സൂര്യനെ പോലെയുമുള്ള സ്പർശത്തോട്. അപ്പൊ അത് അഗ്നി ജ്വലിച്ച എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ സൂര്യന്റെ ഭയങ്കര ചൂട് എങ്ങനെയിരിക്കും, അതുപോലെ ആശി വിഷ ദുരാസതൈ കാളകൂട വിഷം പോലെ അസഖ്യങ്ങളായ പരേരിതൈ ശത്രുക്കളാൽ അയക്കപ്പെടുന്ന ശരൈ ബാണങ്ങളാൽ പീട്യമാന പുരാനിക പീഡിക്കപ്പെടുന്ന പുരത്തോടും സൈന്യത്തോടും കൂടിയ ശാല്വൻ അമുഖത് മോഹിച്ചു. അപ്പോ ശാല്വൻ ഇങ്ങോട്ട് മായാപ്രയോഗം നടത്തിയപ്പോഴാ പ്രത്യുമ്നനും കൂട്ടരെ അങ്ങോട്ടും ദൂരെ ശരങ്ങൾ അയച്ചു. അപ്പൊ അങ്ങനെ കൂടുതലായപ്പോ എന്ത് ചെയ്തു? ഇവർക്കും അവരും പീഡിക്കപ്പെട്ടു. ഈ പുരത്തിലുള്ളവരും സൈന്യങ്ങളും ശാല്വനും എല്ലാം മോഹിച്ചു. അപ്പോൾ സൈന്യങ്ങൾ വളരെ സങ്കടപ്പെടുന്നത് കണ്ട് ശാല്വനും മോഹിച്ചു. അപ്പൊ ഇനി രക്ഷയില്ല എന്നുള്ള നിലയിലായി. കാരണം ഇവര് എവിടെ പോണോ അവിടെ എല്ലാം തുരുതുര ശസ്ത്രങ്ങൾ പ്രത്യുമ്നരും കൂട്ടരെ അയക്കുകയാണ്. അപ്പൊ അവർക്കും നിൽക്കക്കള്ളിയില്ലാതെയായി. ശരൈരന്യർക്ക സംസ്പർശൈർ ആശീവിഷദുരാസദൈഹി പീട്യമാന പുരാനീക ശാല്വമുഖത് പരേരിതൈഹി. ശ്ലോകം 25. ശാല്വാനീക ശസ്ത്രൗഖൈർ വൃഷ്ണീവീര പ്രശാർദിതാഹ ന തെത്യജു രണം സ്വംസം ലോകദ്വയ ജിഗീഷവഃ. ശാല്വ ആനീകപ ശസ്ത്രൗക്കർ ശാല്വന്റെ സേനാനായകന്മാരുടെ ശസ്ത്ര സമൂഹത്താൽ വൃഷ്ണിവീരന്മാർ പ്രശാർദിത ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവർ ആയെങ്കിലും ലോകദ്വയ ജിഗീഷവഃ രണ്ട് ലോകത്തെയും ജയിക്കാൻ ആഗ്രഹിക്കുന്നവരായി സ്വംസം രണം അവരവരുടെ യുദ്ധത്തെ ന തെറ്റിജു ഉപേക്ഷിച്ചില്ല. അപ്പോ ശാല്യന്റെ സൈന്യങ്ങൾ ഇങ്ങോട്ട് ശരസമൂഹം പ്രയോഗിച്ച് കഷ്ടത്തിലായെങ്കിലും യദുക്കളും അവരെ വിട്ടുകൊടുത്തില്ല. അവരെന്ത് ചെയ്തു? അവർ എങ്ങനെയെങ്കിലും ജയിക്കണം, ലോകത്തെയോ മരണത്താൽ സ്വർഗത്തെയോ സ്വാധീനിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ എന്ത് ചെയ്തു? അവരവർ നിന്ന് യുദ്ധം ചെയ്ത സ്ഥലം വിട്ട് ഒരിടത്ത് പോലും അവർ പിൻവാങ്ങിയില്ല. ശാല്വാനീകപ ശസ്ത്രൗഖൈർ വൃഷ്ണിവീരാഭൃശാർദിതാഹ ന തെത്യജൂരണം സ്വംസം ലോകദ്വയ ജിഗീഷവഃ. ശ്ലോകം 26. ശാല്വാമാത്യോതിമാൻ നാമ പ്രത്യുമ്നം പ്രപീഡിതഃ ആസാദ്യ ഗതയാ മൗർവ്യ വ്യാഹത്യ വ്യനദത്
ബലി ബലവാനും ദ്വിമാൻ നാമ ദ്വിമാൻ എന്നു പേരായ ശാല്വ അമാത്യഹ ശാല്വന്റെ മന്ത്രി അയാളുടെ പേരെന്താണ് ദ്വിമാൻ മുമ്പ് പ്രപീഡിത ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവനായി അതായത് ഇതിനു മുമ്പേ ഈ ദ്വിമാനെ പ്രത്യുമ്നൻ യുദ്ധത്തിൽ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അവന് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദ്വിമാൻ എന്ത് ചെയ്തു? ശാല്യന്റെ മന്ത്രി മുമ്പ് പ്രപീഡിത ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവനായിട്ട് പ്രത്യുമ്നനെ ആസാദ്യ അരികത്ത് വന്നിട്ട് മൗർവ്യ കാരിരുമ്പ് കൊണ്ടുള്ള ഗത കൊണ്ട് വ്യാഹത്യ അടിച്ച് അടിച്ചിട്ട് വിശേഷേണ അത്യുച്ചത്തിൽ അലറി. അപ്പോ ആ ദ്വിമാന് പ്രത്യുമ്നോട് നേരത്തെ തന്നെ ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാരിരുമ്പ് കൊണ്ടല്ലോ ഗത കൊണ്ട് പ്രത്യുമ്നെ അടിച്ച് എന്ത് ചെയ്തു? അലറി. ശാല്വാമാത്യോ ദ്വിമാൻ നാമ പ്രത്യുമ്നം പ്രപീഡിത ആസാത്യാഗതയാ മൗർവ്യ വ്യാഹത്യാവനദത് ബലി. ശ്ലോകം 27. പ്രത്യുമ്നം ഗതയാ ശീർണ പക്ഷസ്ഥലം അരിന്ദമം അപോവാഹ രണാത്സൂതോ ധർമ്മബുദ്ധാരുകാത്മജ. പ്രത്യുമ്നം ഗതയാ ശീർണ വർഷസ്ഥലം അരിന്ദമം ഗത കൊണ്ട് ശീർണ പക്ഷസ്ഥലം പിളർന്ന മാറിടത്തോടുകൂടി അതായത് പ്രത്യുമ്നന്റെ മാറിലാണ് ഗത കൊണ്ട് ദ്വിമാൻ അടിച്ചത്. അപ്പൊ പിളർന്ന മാറിടത്തോടുകൂടിയ അരിന്ദമം വീരനായ പ്രത്യുമ്നനെ ധർമ്മജ്ഞനും ദാരുകപുത്രനുമായ സൂതൻ തേരാളി രണാദിത്വത്തിൽ നിന്ന് അപോവാഹ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ പ്രത്യുമ്നൻ മോഹാലസ്യപ്പെട്ട് വീണുപോയി. പിന്നെ അവിടെ ഇട്ടിരുന്നാലോ മറ്റ് ശത്രുക്കൾ എന്ത് ചെയ്യും? പ്രത്യുമ്നനെ ശരമയച്ച് കൊല്ലും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ദാരുകന്റെ പുത്രനാണ് പ്രത്യുമ്നന്റെ തേരാളി എന്ത് ചെയ്തു? പ്രത്യുമ്നെയും കൊണ്ട് തേരെ ഓട്ടിച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. പ്രത്യുമ്നം ഗതയാ ശീർണ പക്ഷസ്ഥലം അരിന്ദമം അപോവാഹരണാത്സൂതോ ധർമ്മബുദ്ധാരുകാത്മജക. ശ്ലോകം 28. ലപ്തസ്വപ്നോ മുഹൂർത്തേന കാർഷ്ണിസാരഥിം അബ്രവീത് അഹോ അസാധ്വിതം സൂത യത് രണാന്മേ അപസർപ്പണം. ലപ്ത സ്വപ്നഃ മുഹൂർത്ത സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ലപ്തസജ്ഞയ പ്രജ്ഞയെ പ്രാപിച്ച് പെട്ടെന്ന് തന്നെ പ്രത്യുമ്നൻ ആലസ്യമൊക്കെ മാറിയ കാർഷ്ണി കൃഷ്ണപുത്രൻ ഹേ സൂത കൃഷ്ണപുത്രൻ പ്രത്യുമ്നൻ ആലസ്യം മാറി ആ സൂതനോട് തേരാളിയോട് പറഞ്ഞു, ഹേ സൂത രണാത് യുദ്ധസ്ഥലത്തിൽ നിന്ന് മേ യത് അപസർപ്പണം എന്നെ ദൂരെ കൊണ്ടുവന്നതായ ഈ പ്രവൃത്തി അസാധു നല്ലതല്ല, സാധുവായില്ല. അഹോ കഷ്ടം എന്ന് സാരഥിൻ സൂതനോട് അബ്രവീത് പറഞ്ഞു. അപ്പൊ യുദ്ധസ്ഥലത്ത് നിന്ന് എന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയത് എന്തുകൊണ്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. ലബ്ധസപ്നോ മുഹൂർത്തേന കാർഷ്ണിസാരഥിം അബ്രവീത് അഹോ അസാധുതം സൂത യദ്രണാന്മേ അപസർപ്പണം. ശ്ലോകം 29. ന യദൂനാം കുലേ ജാത ശൂയതേരണ വിച്യുതഃ വിനാമത് ക്ലീബചിത്തേന സൂതേന പ്രാപ്ത കിൽബിഷാത്. ക്ലീബചിത്തേന ഉറപ്പില്ലാസ മനസ്സോടുകൂടിയ സൂതൻ നിമിത്തം പ്രാപ്ത കിൽബിഷാത് പ്രാപിക്കപ്പെട്ട മാലിന്യത്തോടുകൂടിയ മത്വിന എന്നെ കൂടാതെ യദൂനാം യദുക്കളുടെ കുലത്തിൽ ജാതക ജനിച്ചവൻ രണവിച്യുത യുദ്ധത്തിൽ നിന്ന് ഓടിയവനായിട്ട് ന ശ്രീയതേ കേൾക്കപ്പെടുന്നില്ല. അപ്പൊ നിന്റെ സൂതനോട് പറയണം, നിന്റെ മനസ്സിന് ധൈര്യമില്ല, അതുകൊണ്ട് നീ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയതുപോലെ എന്നെ കൊണ്ടിവിടെ വന്നു. ഇതെനിക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും. യദ് കുലത്തിൽ ജനിച്ചവരാരും ഇങ്ങനെ ചെയ്യുകയില്ല. അപ്പൊ യദുകുലത്തിൽ ജനിച്ചവരിൽ ഈ ഞാൻ ഒരുത്തനല്ലാതെ ഈ വിധം യുദ്ധത്തിൽ നിന്ന് ഓടിയവൻ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഇത് ഞാനിപ്പോ പേടിച്ച് ഓടി വന്നതാണ് എന്ന് എല്ലാവരും വിചാരിക്കും എന്ന് പ്രദ്യുമ്നൻ സൂതനോട് പറയുകയാണ്. ന യദൂനാം കുലേ ജാത ശൂയതേരണ വിച്യുതഃ വിനാമത് ക്ലീബചിത്തേന സൂതേന പ്രാപ്ത കിൽബിഷാത്.
ശ്ലോകം 30. കിംനു പക്ഷേ അഭിസംഗമ്യ പിതരോ രാമകേശവോ യുദ്ധാ സമ്യക് അപക്രാന്ത പൃഷ്ടതത്രാത്മനക്ഷമം. കിംനു പക്ഷേ അഭിസംഗമ്യ പിതരോ രാമകേശവോ യുദ്ധാത് സമ്യക് അപക്രാന്ത. യുദ്ധത്തിൽ നിന്ന് സമ്യക് ഭംഗിയിൽ അപക്രാന്ത അപക്രമിച്ച ഞാൻ, ഓടിപ്പോയ ഞാൻ, യുദ്ധത്തിൽ നിന്ന് അപകടമൊന്നുമില്ലാതെ ഓടി വന്ന ഞാൻ, അഭിസംഗമ്യ പ്രാപിച്ചിട്ട്, പൃഷ്ട ചോദിക്കപ്പെട്ടവനായിട്ട്, ആരുടെ? പിതാക്കന്മാരായ ബലരാമന്റെയും കൃഷ്ണന്റെയും അരികത്ത് പോയി നിൽക്കുന്ന സമയം അവർ ചോദിക്കും. എന്തോ ചോദിക്കും? യുദ്ധം ഏതുവിധം അവസാനിച്ചു എന്ന് അവർ ചോദിക്കുമ്പോൾ, തത്ര അവിടെ ആത്മനകാക്ഷമം എനിക്ക് ഉചിതമായ കിംനു എന്തൊന്നിനെ പക്ഷേ പറയട്ടെ. അപ്പൊ ഞാൻ എന്തോന്നാണ് പറയേണ്ടത്? ഞാൻ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറയണോ അവരോട്? അപ്പൊ അവര് ചോദിക്കും, കൃഷ്ണനും ബലരാമനും പിതാക്കന്മാര് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഒളിച്ചോടി എന്ന് പറയണോ? കിംനു പക്ഷേ അഭിസംഗമ്യ പിതരോ രാമകേശവോ യുദ്ധാ സമ്യക് അപക്രാന്ത പൃഷ്ടതത്രാത്മന ക്ഷമം. ശ്ലോകം 31. വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ധ്യോ ഭ്രാതൃജാമയഃ ക്ലൈബ്യം കഥം കഥം വീര തവാന്യൈ കഥ്യതാമൃതേ. വ്യക്തം മേ കഥയിഷ്യാമി ഹസന്തഃ ഭ്രാതൃജാമയഃ ക്ലൈബ്യം കഥം കഥം വീര. വീര, ഹേ വീര, തവ അന്യൈഹി അന്യന്മാരോട് മൃതേ യുദ്ധത്തിൽ, തവ നിനക്ക്, ക്ലൈബ്യം അധീരത, കഥം കഥം എങ്ങനെ വന്നു? അപ്പൊ നിനക്ക് എങ്ങനെയാണ് എന്റെ സഹോദരന്മാരുടെ ഭാര്യമാർ യുദ്ധത്തിൽ നിന്ന് ഓടിയിരിക്കുന്ന എന്നെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കും, എന്തോന്ന് ചോദിക്കും? ഹേ വീര, ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന സമയത്തിൽ നിന്റെ ധൈര്യം എവിടെ പോയി എന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ കഥ്യതാം പറയണമെന്ന് മേ എന്റെ ഭാതൃജാമയ സഹോദര ഭാര്യമാർ, ഹസന്ധ്യ അവരെല്ലാരും ചിരിക്കും. സഹോദരന്മാരുടെ ഭാര്യമാര് എന്നെ കണ്ട് ചിരിക്കും. കഥയിഷ്യന്തി വ്യക്തം, അതായത് ചിരിക്കുന്നവരായിട്ട് അവര് പറയും. എന്തോന്ന് പറയും? യുദ്ധത്തിൽ നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? നീ ഒളിച്ചോടിപ്പോയോ എന്ന് ചോദിച്ച് സഹോദരന്മാരുടെ ഭാര്യമാരെല്ലാം എന്നെ നോക്കി ചിരിക്കും. വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ധ്യോ ഭാതൃജാമയഃ ക്ലൈബ്യം കഥം കഥം വീര തവാന്യൈ കഥ്യതാമൃതേ. ശ്ലോകം 32. സാരഥിർവാച ധർമ്മം വിജാനതായുഷ്മൻ കൃതമേതത് മയാ വിഭോ സൂതകൃഷ്ണകഥം രക്ഷേത് രഥിനം സാരഥിം രഥി. ധർമ്മം വിജാനത ആയുഷ്മൻ കൃതമേത മയാ കൃതം ഏതത് മയാ, അതാണ് കൃതമേതത് മയാ. ആയുഷ്മൻ വിഭോ, ആയുഷ്മാനായ സമർത്ഥ. സാരഥി പ്രദ്യുമ്നനെ വിളിക്കുകയാണ്, ആയുഷ്മൻ എന്ന് വിളിക്കുകയാണ്. ധർമ്മത്തെ വിജാനത നന്നായി അറിയുന്ന മയ എന്നാൽ ഏതത് ഇത് കൃതം ചെയ്യപ്പെട്ടു. എനിക്ക് ധർമ്മം നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്തുകൊണ്ടാണ്? കൃച്ഛഗതം സങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്ന രഥിനം, രഥിയെ, അതായത് സങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്ന യജമാനനെ സൂതൻ രക്ഷിക്കണം. യജമാൻ സങ്കടത്തിൽ അകപ്പെട്ടാൽ, രഥിനം എന്ന് വെച്ചാൽ രഥത്തിൽ ഇരിക്കുന്നവൻ, തേരാളിയല്ല, രഥത്തിലിരുന്നത് പ്രദ്യുമ്നനാണല്ലോ. അപ്പൊ അങ്ങനെ രഥത്തിലിരിക്കുന്ന യജമാന് എന്തെങ്കിലും പറ്റിയാൽ സൂതൻ രക്ഷിക്കണം. സാരഥിക്ക് എന്തെങ്കിലും പറ്റിയാൽ രഥി, ആ സ്വാമി അല്ലെങ്കിൽ യജമാനൻ രക്ഷിക്കണം. അതാണ് യുദ്ധധർമ്മം. അതാണ് ഞാനും ചെയ്തത് എന്ന് സാരഥി പറയുകയാണ്. സാരഥിർവാച ധർമ്മം വിജാനതായുഷ്മൻ കൃതമേതത് മയാ വിഭോ സൂതകൃഷ്ണഗതം രക്ഷേത് രഥിനം സാരഥിം രഥി. അവിടെ രക്ഷേത് രഥിനം സാരഥിം രഥി എന്നാണ്. ശ്ലോകം 33. ഏതദ്വിദിത്വാ തു ഭവാൻ മായാവോ വാഹിതോ രണാത് ഉപസൃഷ്ട പരേണേതി മൂർച്ഛിതോ ഗതയാ ഹതാ. ഏതത് വിദിത്വാ മയാ അപോവാഹിതഃ
അപോവാഹിതഃ മയാ അപോവാഹിതഃ രണാത് ഉപസൃഷ്ടഃ പരേണ ഇതി മൂർച്ഛിതഃ ഗദയാ ഹതഃ. പരേണ ശത്രുവിനാൽ ഗദയാ ഹതഃ, ഗദ കൊണ്ട് ഖനിക്കപ്പെട്ടവനായിട്ട് മൂർച്ഛയെ പ്രാപിച്ചു. അപ്പൊ അങ്ങയെ ശത്രു എന്ത് ചെയ്തു? ഗദ കൊണ്ട് അടിച്ചു. അങ്ങ് മോഹിതനായി, മോഹാലസ്യപ്പെട്ട് വീണു. ഉപസൃഷ്ടക പീഡയെ പ്രാപിച്ചവനായി. ഇത് എന്ന കാരണത്താൽ ഏതത് ഇതിനെ വിദിത്വാത്തു അറിഞ്ഞിട്ട് തന്നെ മയ എന്നാൽ ഭവാൻ അങ്ങ് രണാത് യുദ്ധത്തിൽ നിന്ന് അപോവാഹിത ദൂരെ നയിക്കപ്പെട്ടത്. അപ്പോ യുദ്ധധർമ്മം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. യുദ്ധഭൂമിയിൽ അങ്ങയെ ദൂരത്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ഗത കൊണ്ടുള്ള അടി കൊണ്ട് അങ്ങ് മോഹാലസ്യപ്പെട്ടു പോയി, കഷ്ടാവസ്ഥയിലെത്തി. പക്ഷെ അങ്ങയ്ക്ക് ആയുസിന് ഒരു കുഴപ്പവും പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ അങ്ങയെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിച്ചതാണ് എന്ന് പറയുന്നു. ഇന്ന് ഈ അധ്യായത്തിൽ ഇത്രയാണ്. ബാക്കി ശാല്വവധമൊക്കെ അടുത്ത 77-ാമത്തെ അധ്യായമാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശാല്വ യാദവ യുദ്ധ നിരൂപണം നാമ ഷഡ് സപ്തതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.